പ്രേമ, ഈ ജോൺസൺ ആൻഡ് ജോൺസൺ നമ്മൾ കേൾക്കുന്ന ഒരു പ്രോഡക്റ്റാണത്, പൗഡർ. അപ്പോൾ ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ പ്രചാരണം ഉണ്ടായിരുന്നു. അങ്ങനെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണോ അല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്തയുടെ പിറകെ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കമ്പനിയോട് പിന്നെ നഷ്ടം, അതായത് ഇങ്ങനെ അസുഖമുണ്ടായി, അതിന് കമ്പനി അധികൃതർ നഷ്ടം നികത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഉണ്ടായിരിക്കുന്നു അമേരിക്കയിൽ. അത് ഒതുക്കി തീർക്കാനായി കമ്പനി ശ്രമിക്കുന്നു എന്ന വാർത്തയുണ്ട്. എന്താണ് ഇതിലെ ഒരു വാസ്തവികത? എന്താണ് വാസ്തവം? എന്താണ് ഇതിലെ? ചേട്ടൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ഒതുക്കി തീർക്കുകയല്ല, ഒത്തുതീർപ്പാക്കുക. അതെ അതെ അതെ. ഈ കോടതി നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. അത് നമ്മൾ തുകയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. ഇത് അമേരിക്കയിൽ ഏതാണ്ട് 69,000-ഓളം വരുന്ന കേസുകളുണ്ട്, ഒന്നും രണ്ടൊന്നും അല്ല. അപ്പോൾ അതിലെല്ലാം കൂടി ഏതാണ്ട് അവിടുത്തെ കറൻസിയിൽ $5.5 ബില്യൺ, നമ്മുടെ കണക്കിൽ പറയുകയാണെങ്കിൽ 46,000 കോടി രൂപ, അത്രയും വലിയൊരു നഷ്ടപരിഹാരം കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ടാണ് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞു തുടങ്ങിയതിൽ പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ്. ഈ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ അത് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ളത് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് ഇപ്പോഴും തെളിയിക്കപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ കോടതി വിധിയിൽ കോടതി ആ ഒരു ആരോപണം സാധൂകരിക്കുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ഈ കേസ് ഇപ്പോൾ, അതായത് പരോക്ഷമായിട്ട് അവർ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള കാരണം, ഇതിന്റെ പേരിൽ ഈ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞ വെറുതെ പൗഡർ ഉണ്ടാക്കുന്ന കമ്പനി മാത്രമല്ല, അല്ലെങ്കിൽ ബേബി പ്രൊഡക്ട്സ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനിയല്ല. ലോകത്തെ ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ മരുന്നുണ്ടാക്കുന്ന വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഇതിന്റെ പേരിൽ അവരുടെ ബിസിനസ്സിനെ മൊത്തത്തിൽ ബാധിക്കുന്നു. അപ്പോൾ ഇതിന്റെ പേരിലുള്ള ദുഷ്പേര് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഇത്രയും വലിയ പണം സ്വരുക്കൂട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് എറിക് ഹാസ്, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം BBC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ആരോപണം ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല, ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് വലിയ ഡാമേജ് ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ഇത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഏതായാലും 2028 വരെയുള്ള കേസുകളൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി അടിയന്തരമായിട്ട് അവർ $3 ബില്യൺ. അപ്പോൾ അത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭീമമായൊരു തുകയാണ്. അത് അവർ ഇതിലേക്ക് വേണ്ടി വകയിരുത്തുന്നുണ്ട്. അപ്പോൾ തൽക്കാലം 2028 വരെ അത് മതി, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാം. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ കേസിൻ്റെ ആധാരം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ കേസൊന്നും അല്ല. കൃത്യം പറയുകയാണെങ്കിൽ ഒരു 2009 മുതലാണ് ഒരു നിയമ നടപടികൾ തുടങ്ങുന്നത്, ജോൺസൺ ആൻഡ് ജോൺസണെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാലങ്ങൾ ഇത്രയും ഈ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ കേസുണ്ട്. അപ്പോൾ ഈ കേസിൽ നൂലാമാലയിലൊക്കെ പെട്ട് ഈ 2022 ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ഈ ബേബി പൗഡറിൻ്റെ ടാൽക്ക് ഉൾപ്പെടുന്ന, അതാണ് ഇതിൻ്റെ വില്ലൻ. അതായത് നമ്മൾ ഈ ടാൽക്കം പൗഡർ എന്നാണല്ലോ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടേതിനെ ബേബി പൗഡർ എന്ന് വിളിക്കും, ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ടാൽക്കം പൗഡർ എന്നാണ് സാധാരണ വിളിക്കുക. അപ്പോൾ ഈ ടാൽക്ക് എന്ന് പറയുന്ന സാധനം അതൊരു കെമിക്കലാണ്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സംഗതികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇത് അടിസ്ഥാനപരമായിട്ട് ഖനനം ചെയ്തെടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിലുള്ളത് നമ്മുടെ മഗ്നീഷ്യം, സിലിക്കൺ, ഓക്സിജൻ, ഇതിൻ്റെയൊക്കെ ഒരു സംയോജിത രൂപമാണ് ഈ ടാൽക്ക് എന്ന് പറയുന്നത്. അത് ഈ പൗഡറിൽ ഉപയോഗിക്കുന്ന അത് ഒരു പതുപതുപ്പ് ഉണ്ടാകും. നമ്മൾ പൗഡർ ഇടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുമല്ലോ, അതിൽ പിന്നെ പെർഫ്യൂമുകളൊക്കെ ചേർത്താണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ. ഇതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ബേബി പൗഡറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈ പറയുന്ന ടാൽക്കിൽ നമ്മുടെ ക്യാൻസറിന് കാരണമാകുന്ന ആസ്ബറ്റോസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ആക്ഷേപം. അപ്പോൾ ഈ ആസ്ബറ്റോസും ഈ പറയുന്ന ടാൽക്കും ഏതാണ്ട് ഒരേ കെമിക്കൽ കോമ്പൗണ്ട് തന്നെയാണ്. രണ്ടും ഭൂമിക്കടിയിലെ പാറകളിൽ ഒരേപോലെ കാണപ്പെടുന്ന രണ്ട് സംഗതിയാണ്. അപ്പോൾ ഇത് ഖനനം ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കൂടിക്കലർന്നു പോകും. ഇത് വേർതിരിച്ചെടുക്കുക ഏറെക്കുറെ അസാധ്യമാണ്. എന്നിരുന്നാലും ഈ ജോൺസൺ ആൻഡ് ജോൺസൺ പോലെയുള്ള കമ്പനികൾ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ഈ ടാൽക്കിൽ ഈ ആസ്ബറ്റോസ് ഉൾപ്പെടുന്നേയില്ല. പക്ഷേ പരാതിക്കാർ പറയുന്നു നിങ്ങളുടെ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിലുള്ള ആസ്ബറ്റോസ് മാലിന്യം കാരണം ഞങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായി. അപ്പോൾ ഇവർ ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി. അപ്പോൾ അവർ നടത്തിയ പഠനത്തിൽ ഈ ടാൽക്ക് എന്ന് പറയുന്നത്
ഒരു ക്യാൻസറിന് സാധ്യതയുള്ളൊരു സംഗതിയായിട്ടാണ് അവർ ആദ്യം കണ്ടെത്തിയത്. പിന്നീട് അത് ലോകാരോഗ്യ സംഘടന ആദ്യം ഇത് സാധ്യതയുള്ളതിൻ്റെ പട്ടികയായ ഗ്രൂപ്പ് 2B ഉൾപ്പെടുത്തിയത്. പിന്നീട് നടന്ന പഠനങ്ങളിൽ ഇത് അതീവ സാധ്യതയുള്ള 2A എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി. അപ്പോൾ ഈ ടാൽക്ക് വില്ലനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പരാതിക്ക് അടിസ്ഥാനപരമായ ക്യാൻസർ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ അണ്ഡാശയ ക്യാൻസറിന്, സ്ത്രീകളിലെ അണ്ഡാശയ ക്യാൻസറിന് കാരണമായി എന്നുള്ളതാണ് ഈ പരാതിയിലെ ഉള്ളടക്കം. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഈ പൗഡർ ഈ ചൊറിച്ചിൽ, റാഷസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തരമായി ഉപയോഗിക്കുന്നതിനോടുകൂടിയാണ് ഈ അണ്ഡാശയ ക്യാൻസർ ഉണ്ടായത് എന്നാണ് ഇവരുടെ ആക്ഷേപം. ഇത് മാത്രമല്ല, ഇത് ശ്വസിക്കുന്നതിലൂടെ ശ്വസനനാളിയിൽ ചേർന്ന് ശ്വസനേന്ദ്രിയങ്ങളിൽ വരെ ക്യാൻസർ ഉണ്ടായി എന്നുള്ളതാണ് ആക്ഷേപവുമായി വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ പരാതികൾ വന്നതോടുകൂടിയാണ് ഇത് കോടതിയിൽ, ഇതിപ്പോൾ ഇങ്ങനൊരു വാർത്തയാകുന്നതിന് മുമ്പ് തന്നെ പല കേസുകളിലും കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ട് കേസുകൾ ഇങ്ങനെ വിധി വന്നിരുന്നു. അപ്പോഴൊക്കെ കൗതുകരമായ വാർത്തകൾ വന്നിരുന്നു. അതൊക്കെയാണ് വെച്ചുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം വന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ കളക്റ്റീവായിട്ട് വൺ ടൈം സെറ്റിൽമെന്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ ഇത്രയും വലിയൊരു തുക ഇപ്പോൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി വെക്കണം. ഈ 2009 മുതൽ കേസ് വന്നതിന് ശേഷം ഇവർ നിരന്തരമായി ഈ ആക്ഷേപം നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ ഉൽപ്പന്നത്തിന്റെ ഉൽപാദനവും വിപണനവും തുടർന്നുകൊണ്ടിരുന്നു. 2022 ഇത് ഈ ടാൽക്ക് ബേസ് ചെയ്തിട്ടുള്ള ബേബി പൗഡർ അവർ അതിന്റെ വിതരണം നിർത്തി, ഉൽപാദനം നിർത്തി. പക്ഷേ അതിന് 2 വർഷം മുമ്പ് അമേരിക്കയിൽ നിർത്തി. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നിർത്തി 2 വർഷം കഴിഞ്ഞാണ് പിന്നെ ലോകവ്യാപകമായി നിർത്താൻ തീരുമാനിച്ചത്. ഇപ്പോഴും നമ്മുടെ വിപണിയിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കേണ്ട. അവർ ഈ ടാൽക്ക് ഉപേക്ഷിച്ചിട്ട് പകരം ഇപ്പൊ ചോളപ്പൊടി പ്രോസസ്സ് ചെയ്ത് അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ബേബി പൗഡർ ഉണ്ട്, ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ മാത്രമല്ല ഈ കേസ്, UK അതേപോലെ കാനഡയിലുണ്ട്. UK കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു 7000-ഓളം പേർ ഒരുമിച്ച് ഫയൽ ചെയ്തൊരു കേസ്. അവർ 1965 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഈ പൗഡർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടായ ക്യാൻസർ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് അവർ കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ അവരിൽ വലിയൊരു തുക നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഒരു കോടതി വിധി കഴിഞ്ഞ ദിവസമാണ് വന്നത്. കൂടാതെ കാനഡയിലും ഇതേപോലെ സമാനമായ ഒരു കേസുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ നമ്മുടെയൊക്കെ നാട്ടിലും ഇതേപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമല്ലോ, പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ഇതുപോലെ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ പരാതി കൊടുത്തായിട്ട് വലിയ വാർത്തകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതേ ജോൺസൺ ആൻഡ് ജോൺസണെ പോലുള്ള വലിയ മരുന്ന് കമ്പനികൾക്കെതിരെ കേസ് കൊടുക്കും, വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കലും ഒക്കെ വലിയ വാർത്തകളാണ്. അതിന് കൃത്യമായ കാരണവും കൂടിയുണ്ട്. അത് അവിടുത്തെ ആരോഗ്യ നയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടത്തെ പോലെയല്ല, അവിടെ കുറേ കൂടി കർക്കശമാണ് നിയമങ്ങൾ. അതുകൂടാതെ അവിടുത്തെ ചികിത്സാ ചെലവും വളരെ ഭീകരമാണ്. ഇപ്പോൾ ക്യാൻസർ ബാധിക്കപ്പെട്ടാൽ നമ്മുടെ ആശുപത്രികളിലൊക്കെ ഒരുവിധപ്പെട്ട ചികിത്സയൊക്കെ സൗജന്യമാണ്. പക്ഷെ അവിടെ അത്തരം രാജ്യങ്ങളിലൊക്കെ ഒരു പരിധിക്കപ്പുറം ഒരു സൗജന്യവും ഇല്ല. ചികിത്സകൾ സ്വന്തം നില, അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ സഹായിക്കാൻ വേണ്ടി ഇൻഷുറൻസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഭീമമായ സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പോലും അതിനിരയാക്കപ്പെടുന്നവർ അതിന് ഉത്തരവാദികളെന്ന് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുക എന്നുള്ളത് അവിടെ ഒരു പൊതു രീതിയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ കേസുകളും മറ്റും വരുന്നത്. ഇനി അതും പോരാത്തതിന് വേറെയും ചില സംഗതികളുണ്ട്. അവിടെ ഇത്തരം കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജിങ് പാനലിൽ സാധാരണക്കാരും പങ്കാളിയാണ്. വെറും മറ്റേ ജഡ്ജിമാർ മാത്രമല്ല, സാധാരണക്കാരും പങ്കാളികളാകുന്നൊരു ജൂറിയാണ് ഇതിൽ ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിധികളിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാകും. വെറും ടെക്നിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല അതിൽ നോക്കപ്പെടുക. പിന്നെയും രസകരമായൊരു സംഗതി, ഇത്തരം കേസുകൾ എടുത്തു വാദിക്കാൻ വേണ്ടി തന്നെ ചില വക്കീലന്മാരും നിയമ സംവിധാനങ്ങളും ഉണ്ട്. കാരണം ഇവരാവശ്യപ്പെടുന്നതെല്ലാം ഒരു പരാതിക്കാരനും ഈ വക്കീലുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഏർപ്പെട്ടതിന് ശേഷമാണ് ഈ കേസുമായിട്ട് പോകുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാര തുകയുടെ 30 മുതൽ 40% വരെ വക്കീലിനുള്ളത്, അല്ലെങ്കിൽ ആ നിയമ ആ ഒരു പ്രസ്ഥാനത്തിനുള്ളതാണ്. അപ്പോൾ പരമാവധി നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടായിരിക്കും ഇവർ കേസ് ഫയൽ ചെയ്യുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ കേസിന് കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളായിട്ടായിരിക്കില്ല കേസ് ഫയൽ ചെയ്യുന്നത്, ഒരു കൂട്ടം ആൾക്കാരായിട്ടായിരിക്കും കേസ് ഫയൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ
അവർ ചോദിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ വലിപ്പവും വലുതായിരിക്കും, ആ കേസിന്റെ ഗൗരവവും വർദ്ധിക്കും. ഒരാളായിട്ട് കേസ് ഫയൽ ചെയ്യുന്നതും ഒരു കൂട്ടം ആൾക്കാർ കേസ് ബലപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വാർത്താ പ്രാധാന്യവും കിട്ടും. പിന്നെ ഇത്ര വലിയൊരു കമ്പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടലും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ലോക ശ്രദ്ധയിലേക്ക് വരും. അപ്പോൾ ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധ അവസ്ഥയിലോട്ട് വരും. ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്. ഈ ജോൺസൺ ആൻഡ് ജോൺസണും പണ്ട് ക്നീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ക്നീവ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബാൻഡെയ്ഡ്, നമ്മുടെ കാൽപോള്, ഇതിന്റെയൊക്കെ നിർമ്മാതാക്കൾ അവരായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കേ അമേരിക്കയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ ബേബി പൗഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമപ്രശ്നങ്ങൾക്ക് ഈ കമ്പനിയാണ് ഉത്തരവാദി എന്നും പറയുന്നു. കാര്യം ഇവർ രണ്ടുപേരും ഇപ്പോൾ വേർപിരിഞ്ഞു. അപ്പോൾ ആ രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും എന്താണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ, പഴയകാല പൗഡർ, അത് ഇത്തിരി പണിമുടക്കാണ്, റിസ്ക് ആണ് എന്നുള്ള കാര്യം അത് വെറും സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമല്ല, അത് വാസ്തവമാണ്. അതിൻ്റെതിരെ കേസുണ്ട്. അവരെ അതിനെ ഭാഗികമായിട്ടാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കാനും തയ്യാറാകുന്നുണ്ട്. അപ്പോൾ സാമാന്യ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു.